ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടാലന്റായ താരസുന്ദരിയാണ് സായി പല്ലവി. ഇന്ത്യൻ സിനിമയിലുള്ള മറ്റ് നടിമാരിൽ നിന്നും വളരെ വ്യത്യസ്തതയാണ് നടി. ഒരു ഹീറോയിൻ ഉണ്ടാകുന്ന ഒരു താരപ്രവേശവും സായി പല്ലവിയിൽ കാണുവാൻ കഴിയില്ല. ലുക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും സംസാരത്തിൽ പോലും സിംപ്ലിസിറ്റി സൂക്ഷിക്കുന്നു. ഓരോ സിനിമ കഴിയുന്തോറും താരത്തിന്റെ കരിയർ കൂടുതൽ ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന സിനിമകളിലൂടെ പ്രകടനത്തിലൂടെ മണിരത്നത്തിനെ പോലും പ്രിയപ്പെട്ട നായികയായി സായി പല്ലവി മാറി. 10 വർഷത്തെ കരിയറിനിടെ വിവിധ ഭാഷയിലുള്ള മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി അഭിനയിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ അതിശയിപ്പിച്ച താരങ്ങളുടെ പട്ടികയാണ് ഫഹദ് ഫാസിലും സൂര്യയെയും സായി പല്ലവി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫഹദ് എന്താണ് അടുത്ത സെക്കൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നും സൂര്യ പെർഫെക്ഷനിസ്റ്റ് ആണെന്നും സായി പല്ലവി ഫിലിം ക്യാമ്പിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഫഹദിനൊപ്പം അതിരൻ എന്ന സിനിമയാണ് സായി പല്ലവി അഭിനയിച്ചത്. അടുത്ത കാലത്ത് ഇറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളിൽ ഏറ്റവും മികച്ചത് തന്നെയാണ് അതിരൻ എന്ന സിനിമാ പ്രേമികൾ വിലയിരുത്തിയത്. അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന താരമാണ് ഫഹദ് എന്ന പ്രേക്ഷകരുടെ വിലയിരുത്തൽ ശരിയാണെന്ന് സായി പല്ലവിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഫഹദ് ഫാസിലിന് തീവ്രമായ കണ്ണുകൾ കാരണം എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നത് കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രകടനം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാന്തകമായി എന്തോ ഉണ്ട്. അദ്ദേഹം നമ്മളെ നോക്കുമ്പോൾ അത് സ്നേഹമാണോ വെറുപ്പാണോ എന്നറിയാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ മൃദുവാണ്, പക്ഷേ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ആ ഭാവം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ അതിരൻ സിനിമയിലെ ഫഹദിനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അഭിനയത്തിൽ തുടരുന്നതിന് വിശ്വാസം നഷ്ടപ്പെട്ട് കുറച്ചുകാലം യുഎസിൽ പോയി താമസിച്ച് കഥയൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി സിനിമ പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചാണത്രേ അഭിനയത്തിലേക്ക് തിരിച്ചത്. ഒരു കാര്യത്തിലും അധിക സമ്മർദ്ദം വയ്ക്കുന്ന ആളല്ല അദ്ദേഹം. സമ്മർദ്ദം നമ്മളെ തകർത്ത് കളയുകയുള്ളെന്ന് ഫഹദ് സംസാരിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇത് തൻ്റെ ആദ്യത്തെയോ അവസാനത്തെയോ സിനിമയാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ടെന്ന് സായി പല്ലവി പറഞ്ഞു.